പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ധന്യമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽക്കാലം ഫെയ്ത്ത് ലൈറ്റ് മീഡിയയിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ്. വാട്സപ്പിലോ കോളിലോ ബന്ധപ്പെടാനുള്ള അവസരം ഉണ്ട് എന്ന് ദൈവനാമത്തിൽ ഓർമ്മിപ്പിക്കുന്നു. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ദൈവം എല്ലാ പ്രിയപ്പെട്ടവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ചിന്താവിഷയമെന്ന് പറയുന്നത് തകർന്നിരിക്കുന്ന മനസ്സിനെ വിടുവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ചാണ് ഇന്ന് പകൽക്കാലം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. തകർന്നും നുറുങ്ങിയുമിരിക്കുന്ന ഹൃദയത്തെ നിരസിച്ച് കളയാതെ വിടുവിക്കുന്ന ഒരു സർവശക്തനായ ദൈവം. അതിന് പകരം വയ്ക്കാൻ നമ്മുടെ മുമ്പിൽ മറ്റൊന്നും ഇല്ല. ഈ ലോകത്തിലെ എന്ത് പകരം വെച്ചാലും അതിനൊരു മറുപടി ലഭിക്കാൻ കഴിയത്തില്ല. പിന്നെ എവിടെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്? നമ്മുടെ വിഷയങ്ങൾക്ക് എവിടെയാണ് ദൈവാത്മാവ് മറുപടി നൽകി തരുന്നത്? ഇവിടെ സങ്കീർത്തന പുസ്തകം 51 അധ്യായത്തിന്റെ 16-17 വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു: ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അർപ്പിക്കുമായിരുന്നു. ഹോമയാഗത്തിൽ നിനക്ക് പ്രസാദവുമില്ല. ദൈവത്തിന്റെ ഹനനയാഗങ്ങൾ തകർന്നിരിക്കുന്ന മനസ്സ്, തകർന്നും നുറുങ്ങിയുമിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ നിരസിക്കുന്നില്ല. വ്യക്തമായി അവിടെ വിളിച്ചു പറയുന്ന മർമ്മമെന്ന് പറയുന്നത് ഹനനയാഗത്തിലോ ഹോമയാഗത്തിലോ ദൈവം പ്രസാദിക്കുന്നില്ല. നമ്മുടെ വിഷയത്തിന്റെ മുമ്പിൽ നാം ഭാരം അനുഭവിക്കുമ്പോൾ, നമ്മുടെ വിഷയങ്ങളുടെ നടുവിൽ നാം വേദന അനുഭവിക്കുമ്പോൾ, തകർച്ചയുടെ മേഖലകളിൽ നാം എത്തിച്ചേരുമ്പോൾ, അതിന് പരിഹാരം ലഭിക്കുവാൻ നമ്മളുടെ കയ്യിലുള്ള വിലമതിക്കുന്ന യാതൊന്നിനും നമ്മളെ രക്ഷിക്കാൻ കഴിയത്തില്ല. പണം കൊടുത്താലോ, നേർച്ച കൊടുത്താലോ, കാഴ്ച കൊടുത്താലോ, കുരുതി കൊടുത്താലോ നമ്മുടെ വിഷയത്തിനൊരു പരിഹാരം ലഭിക്കില്ല എന്ന് തിരുവചനം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അതാണ് 16 വാക്യത്തിൽ പറയുന്നത്. ഹനനയാഗം ആമേൻ ദൈവത്തിന് പ്രസാദമല്ല, ഹോമയാഗത്തിൽ ദൈവം പ്രസാദിക്കുന്നില്ല. പിന്നെ എവിടെയാണ് ദൈവം പ്രസാദിക്കുന്നത്? ദൈവത്തിന്റെ പ്രസാദം വെളിപ്പെടുന്നത് അവിടെയാണ്. അതിന്റെ തൊട്ട് താഴെയുള്ള വാക്യം 17 വാക്യത്തിൽ പറയുന്നു: തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെ ദൈവം എന്ത് ചെയ്യുന്നില്ല? നിരസിക്കുന്നില്ല. എവിടെ തകർന്നും നുറുങ്ങിയും ഇരിക്കുന്ന ഹൃദയത്തെയാണ് ദൈവം നിരസിക്കാത്തത്? ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഹൃദയത്തെയാണ് ദൈവം നിരസിക്കാതെ അതിന് ഉത്തരം നൽകി തരുവാനിടയായിത്തീരുന്നത്. ഏത് വേദനയോടെയാണോ നാം ആയിരിക്കുന്നത്? ഏതുവിധമാകുന്ന ഭാരത്തോടെയാണോ നാം ആയിരിക്കുന്നത്? ആ വിഷയത്തിന്റെ നടുവിൽ സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ ഹൃദയ നുറുക്കത്തോടെ, തകർന്ന മനസ്സോടെ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുമ്പോഴാണ് ദൈവം നമ്മുടെ വേദനകളെ വിടുവിക്കുന്നത്, അല്ലെങ്കിൽ തകർന്ന മനസ്സിന് പരിഹാരം നൽകി തരുവാൻ തക്കവണ്ണമിടയായിത്തീരുന്നത്. അതിന് വെച്ച് വിലമതിക്കാൻ മറ്റൊന്നും ഈ ഭൂമിയിലില്ല. ദൈവം ആഗ്രഹിക്കുന്ന യാഗമെന്ന് പറയുന്നത്, നമ്മുടെ വിടുതലിനായി ദൈവം ചോദിക്കുന്ന യാഗമെന്ന് പറയുന്നത് എൻ്റെ ഹൃദയത്തെ തന്നെയാണ് ദൈവം ചോദിക്കുവാനിടയായിത്തീരുന്നത്. എൻ്റെ ഹൃദയത്തിന്റെ തകർച്ചയുടെ നടുവിൽ, എൻ്റെ ഹൃദയത്തിന്റെ വേദനയുടെ നടുവിലാണ് ദൈവം എൻ്റെ വിഷയത്തിന് പരിഹാരം നൽകി തരുവാൻ തക്കവണ്ണമിടയായിത്തീരുന്നത്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം ദൂത് വിളിച്ചു പറയാം: നീ ഏത് വിഷയത്താൽ ഭാരം അനുഭവിക്കുന്നുവോ, ഏത് വിഷയത്താൽ നീ നുറുങ്ങുന്നുവോ, ഏതിനാൽ നീ തകരപ്പെട്ടിരിക്കുന്നുവോ, പരിഹാരമായി യാഗമോ നേർച്ചയോ കാഴ്ചയോ കുരുതിയോ യാതൊന്നും അതിന് വിലമതിക്കാൻ കഴിയത്തില്ല. ദൈവം ആഗ്രഹിക്കുന്ന യാഗമെന്ന് പറയുന്നത്
തകർന്ന മനസ്സോടെ നുറുങ്ങിയ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ നിന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ നാം തയ്യാറാകുമ്പോൾ ദൈവാത്മാവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ തക്കവണ്ണമിടയായിത്തീരും. മറ്റൊരു ചിന്തയിലേക്ക് കടന്നു വരുമ്പോൾ 34-ാം സങ്കീർത്തനത്തിന്റെ 19-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുവാൻ തക്കവണ്ണമിടയായിത്തീരുന്നു. അപ്പൊ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവപൈതലിന് അനർത്ഥങ്ങൾ ഇല്ല എന്നല്ല, കണ്ണുനീരൊഴുക്കുന്ന ഒരു ദൈവപൈതലിന് പ്രയാസങ്ങൾ ഇല്ല എന്നല്ല, ഉപവസിക്കുന്ന ഒരു ദൈവപൈതലിന് വേദനകളില്ല എന്നുള്ളതല്ല. അവിടെ വ്യക്തമായി കാണുവാൻ കഴിയും, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു. നീതിയോടെ നിൽക്കുന്ന ഒരു ദൈവപൈതലിന്റെ ജീവിതത്തിൽ അനർത്ഥങ്ങൾ എണ്ണിക്കൂടാൻ കഴിയാത്ത നിലവാരത്തിൽ അവനെ തകർത്ത് കളയുവാൻ തക്കവണ്ണമിടയായിത്തീരും. നാം പ്രതീക്ഷിക്കാത്ത നിലവാരത്തിൽ, നാം ചിന്തിക്കാത്ത നിലവാരത്തിൽ നമ്മുടെ ജീവിതത്തിൽ അനർത്ഥങ്ങൾ വന്നു ഭവിക്കുമ്പോൾ ദൈവാത്മാവ് വിളിച്ചു പറയുക, അനർത്ഥങ്ങൾ അസംഖ്യമായാലും അവയെല്ലാറ്റിൽ നിന്നും സർവശക്തനായ ദൈവം അവനെ വിടുവിക്കുവാൻ തക്കവണ്ണമിടയായിത്തീരും. 18-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുവാൻ തക്കവണ്ണമിടയായിത്തീരുന്നു. ഹൃദയ നുറുക്കത്തോടെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു ദൈവപൈതലിന്റെ ജീവിതത്തിൽ അനർത്ഥങ്ങൾ ഏറി വരും എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇയ്യോബിന്റെ പുസ്തകത്തിലേക്ക് മടങ്ങി വരുമ്പോൾ നമുക്ക് അവിടെ കാണാൻ കഴിയുന്ന മർമ്മവും അങ്ങനെ തന്നെയാണ്. നീതിമാനും നിഷ്കളങ്കനും നേരുള്ളവനും ദോഷം വിട്ടകന്നവനുമായ ഇയ്യോബിന്റെ ജീവിതത്തിൽ, ദൈവത്താൽ തന്നെ സാക്ഷ്യം ലഭിച്ച ഇയ്യോബിന്റെ ജീവിതത്തിൽ അനർത്ഥങ്ങൾ അസംഖ്യമായി വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. അനർത്ഥങ്ങൾ തന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് മാറി ഓരോരോ പ്രതികൂലങ്ങൾ തന്നെ അലട്ടിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നത്തേതിൽ തന്റെ അനർത്ഥങ്ങൾ അസംഖ്യമായിരുന്നു എങ്കിലും അവയെല്ലാറ്റിൽ നിന്നും ദൈവം ഇയ്യോബിനെ വിടുവിക്കുവാൻ തക്കവണ്ണമിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ദൂത് വിളിച്ച് പറയാം, ആമീൻ. അനർത്ഥങ്ങളുടെ നടുവിൽ നീ വ്യാകുലപ്പെട്ട് നിൽക്കുന്നവനാണോ? പലവിധമാകുന്ന പ്രതികൂലങ്ങളാൽ നീ ആമീൻ വ്യാകുലപ്പെട്ട് നിൽക്കുന്നവരാണോ? എന്നാൽ സർവശക്തനായ ദൈവം വ്യക്തമായി ദൂത് വിളിച്ച് പറയുന്നു, ഹൃദയ നുറുക്കത്തോടെ തകർന്ന മനസ്സോടെ രക്ഷിക്കുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മുടെ ഹൃദയത്തെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നു എങ്കിൽ അനർത്ഥങ്ങൾ എത്ര അസംഖ്യമായിരുന്നാലും, ആരാലും വിടുവിക്കുവാൻ കഴിയാത്ത വിഷയങ്ങളുടെ നടുവിൽ നീ ഭാരപ്പെട്ട് നിൽക്കുന്ന ഈ അവസ്ഥയാണെങ്കിലും ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, ഹൃദയ നുറുക്കത്തോടെ ആ പൊന്നുപിതാവിന്റെ തിരുസന്നിധിയിൽ തകർന്ന മനസ്സോടെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നു എങ്കിൽ, ആരും വിടുവിക്കുവാനില്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ, ആരും സഹായിപ്പാനില്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ ദൈവാത്മാവ് നമുക്ക് വേണ്ടി കരം പ്രവർത്തിക്കുവാനിടയായിത്തീരും. ആ കരം പ്രവർത്തിക്കുവാൻ ശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയത്തെ ഏൽപ്പിച്ചു കൊടുത്ത തകർന്ന മനസ്സോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. തകർന്ന മനസ്സിനെ വിടുവിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ്, ഹൃദയം നുറുങ്ങിയ ഹൃദയത്തെ വിടുവിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് വിഷയത്തിന്റെ നടുവിൽ പരിഹാരവുമായി കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ആ സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. ഈ ചിന്തകളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.